സ്കൈ ഗോൾഡ് നിലമ്പൂർ ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ. ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി 4% മാത്രം. ഈ ഓഫർ ജനുവരി 4 വരെ മാത്രം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, മെയിൻ റോഡ് നിലമ്പൂർ. ഓൾസോ ആറ്റ് പെരിന്തൽമണ്ണ ആൻഡ് പൊന്നാനി. നാട്ടുവൈദ്യൻ ഷാബാസ് ഷെരീഫ് കൊലപാതകം, അബുദാബി ഇരട്ടക്കൊലപാതകം എന്നീ കേസുകളിലെ തുടർന്ന് ഒളിവിൽ കഴിഞ്ഞ യുവാവ് വൃക്കരോഗം ബാധിച്ച് ഗോവയിൽ മരിച്ചു. മുക്കട്ട കൈപ്പകഞ്ചേരി ഫാസിലാണ് വൃക്ക തകരാറിലായതിനെ തുടർന്ന് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കെ മരണപ്പെട്ടത്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടരുകയാണ്. മൈസൂർ സ്വദേശി പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് കൊലപാതക കേസിൽ മുഖ്യപ്രതി നിലമ്പൂർ മുക്കട്ട ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെയുള്ളവർ പോലീസ് പിടിയിലായതിനെ തുടർന്ന് 2022 ഏപ്രിൽ അവസാനത്തോടെ ഒളിവിൽ പോയതാണ് മരണപ്പെട്ട ഫാസിൽ. ഇയാൾക്ക് പുറമെ കേസിൽ ഉൾപ്പെട്ട കുന്നേക്കാടൻ ഷമീം എന്ന പെരിഷമീം 34 ഒളിവിലാണ്. ഇരുവർക്കും വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അതിനിടെ ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെയുള്ള അബുദാബി ഇരട്ടക്കൊലപാതക കേസിലും ഫാസിലും ഷമീമും പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അബുദാബി ഇരട്ടക്കൊലപാതക കേസ് ഇപ്പോൾ CBI ആണ് അന്വേഷിക്കുന്നത്. പിടികൂടാൻ കഴിയാത്തതിനാൽ ഫാസിലിനെയും ഷമീമിനെയും ഒഴിവാക്കി ഷാബാസ് ഷെരീഫ് കേസിലെ കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷമീമും ഗോവയിൽ ഒളിച്ചു താമസിക്കുന്നുണ്ടാവുമെന്നാണ് പോലീസിന്റെ നിഗമനം. നിരവധി സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന 5 പേരടങ്ങുന്ന സംഘത്തിലെ 3 പേരെ എറണാകുളത്തെ ഒളിത്താവളത്തിൽ നിന്നും പോലീസ് സംഘം പിടികൂടിയപ്പോൾ ഫാസിലും ഷമീമും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടിരുന്നത്. അതിനുശേഷം പോലീസിന് ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.